തന്നെ പീഡിപ്പിക്കാത്തതായി ഒരുപക്ഷെ മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ട് എന്ന പേരുകൾ പറയുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഇവർ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ബാലചന്ദ്ര മേനോൻ തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മാസ്റ്റർബൂഷൻ ചെയ്യുകയും അതിൻ്റെ പാടുകളൊക്കെ തൻ്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയും അതിലൂടെ ഞാൻ ആകെ ഇളിഭ്യനാകി പോവുകയും ചെയ്തു എന്ന രീതിയിലൊക്കെ വളരെ ലാഘവത്തോടെ ഈ സ്ത്രീ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഏതോ നമുക്ക് തന്നെ ചിലപ്പോൾ നാണമൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നതൊക്കെയും തന്നെ. അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എൻ്റെ അതേ പ്രായം തന്നെ ഉള്ളൊരു നടി, ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ വെച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുപേരും അത് മാറണം, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കിന്ന് കാണണം. അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത എല്ലാ ദിവസം ഞങ്ങൾ രണ്ട് പരസ്പരം നോക്കി, നോ സർ, അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരത്തിൽ അതിലേക്ക് ഇങ്ങോട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട് വന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്ത് രണ്ടുപേരും മാറുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വ്യവസ്ഥനായി. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട് വന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്തുമാക്കി, എൻ്റെ മേത്തുമാക്കി. ഞങ്ങൾ രണ്ടുപേരും അരച്ച് വിറച്ച് അയ്യേ സത്യമായിട്ടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂമിൽ പോയി അത് കഴുകിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ, അതിനിടയിൽ ഒരുപാട് ആളുകൾക്ക് എതിരെയാണ് ഈ സ്ത്രീ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അതിൽ ലീഗലി കംപ്ലൈൻറ്റ് ചെയ്തത് കുറച്ച് പേർക്ക് മാത്രം ആണെങ്കിലും ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഇവർക്കെതിരെയുമൊക്കെ ചെയ്യുമെന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും സംസാരിക്കുന്നത്. ഒരുപക്ഷെ ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന കാര്യത്തിൽ പലപ്പോഴും സംശയം തന്നെ തോന്നിപ്പോവാറുണ്ട്. ഒരു ഇരയോട് നമുക്കെപ്പോഴും സിമ്പതി മാത്രമാണ് തോന്നാറ്, പക്ഷേ ഈ ഇരയോട് എന്തോ ദേഷ്യമാണ് തോന്നുന്നത്. കാരണം ഇവർ പലതും മുതലെടുക്കുന്നു എന്ന രീതിയിൽ പലപ്പോഴും തോന്നിപ്പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ എത്ര സിമ്പിളായിരുന്നു എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ പല കാര്യങ്ങളും പറയുന്നത്. ഒരുപക്ഷെ ഇവർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് താൻ ചോദിച്ച പൈസ നൽകാതിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ തനിക്ക് അഭിനയിച്ച ഭാഗങ്ങൾ സിനിമയിൽ വരാതിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ അവസരങ്ങൾ നൽകാതിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് നൽകാതിരിക്കുമ്പോഴോ മാത്രമാണ് തന്നെ ആരെങ്കിലും പീഡിപ്പിച്ച കാര്യം തുറന്നു പറയേണ്ടത് എന്ന രീതിയിലാണ് ഇവരുടെ പോക്ക് കാണുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകുന്നത്. ഒരുപക്ഷെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ ആദ്യം തന്നെ അതിന് ദേഷ്യപ്പെടുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ ഓരോ കംപ്ലൈൻറ്റ് കാണുമ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോകുന്നത് ഇവർ മനഃപൂർവ്വം എല്ലാ കാര്യത്തിനും സമ്മതിച്ചതിന് ശേഷം അവസാനം തനിക്ക് ഒരു തരത്തിലും ഇതുകൊണ്ട് നേട്ടമില്ല എന്ന് തോന്നുമ്പോൾ ആളുകൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്ന് ഒരു നാണവുമില്ലാതെ ഈ കംപ്ലൈൻ്റ് ഒക്കെയും തന്നെ പുറത്ത് പറയുകയും അതോടൊപ്പം തന്നെ അവർക്കെതിരെ ലീഗലി നീങ്ങുകയുമാണ് പലപ്പോഴും ഇവർ ചെയ്യുന്നത് എന്ന് തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ ആളുകൾക്കിടയിലൂടെ ഇത്രയും ആളുകൾ ഹറാസ്മെൻറ്റ് ചെയ്യപ്പെടുന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ദുഃഖത്തോടെയും വേദനയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏതൊരു സ്ത്രീയും തുറന്നു പറയുക. പക്ഷേ ഇവരൊക്കെ തന്നെ ഏതോ സിനിമയിലെ കോമഡി സീൻ അഭിനയിക്കുന്ന ലാഘവത്തോടെ ഈ കാര്യങ്ങളൊക്കെയും തുറന്ന് പറയുകയും എന്നെ അവർ അങ്ങനെ ചെയ്തു, എന്നെ അവർ ഇങ്ങനെ ചെയ്തു എന്ന രീതിയിലൊക്കെയും തന്നെ പറയുകയുമാണ് ഇവർ ചെയ്യുന്നത്. അതിനുമപ്പുറം പല കാര്യങ്ങളും ഇവരുടെ അടുത്തുണ്ടെങ്കിൽ തന്നെ ഇവരെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയും തന്നെ തുറന്ന് പറയാൻ ഭയമുണ്ടാവും. ഇവർക്ക് നാണമാവട്ടെ എന്ന രീതിയിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ ആണ് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ആണിൻ്റെ കുടുംബജീവിതവും തകരും എന്നത് കൊണ്ടായിരിക്കും ഇവർ പലപ്പോഴും പല കാര്യങ്ങളും മറച്ചു വെച്ച് അവിടെ ആ ആണിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെയും തന്നെ അവതരിപ്പിക്കുന്നത്. അതിനുമപ്പുറം ഈ ആക്ടേഴ്സൊക്കെ മാന്യന്മാരായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആയിരിക്കില്ല. കാരണം ഇവർ എല്ലാവർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരു പരിധിവരെ ഇവരോട് ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്കെതിരെ തന്നെ ആയിരിക്കും ഇവർ പലപ്പോഴും ആരോപണങ്ങളൊക്കെയും തന്നെ ഉണ്ടാവുക. അതോടൊപ്പം പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ഇവർ തയ്യാറായിട്ടുണ്ടാവും എന്ന കാര്യം നമുക്ക് ഇവരുടെ ഓരോ വോയിസ് കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്.